അപ്പോൾ ഹലോ കുട്ടികളെ, നമസ്കാരം. അത് 10 സ്റ്റേറ്റിലെ ഒന്നാമത്തെ ക്ലാസ്സായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എൻ്റെ പേര് ബെൻസൺ. ഈ വർഷത്തെ 10 കുട്ടികൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? പുതിയ ടെക്സ്റ്റ് മാറ്റം. ഫസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞു പേടിപ്പിക്കുകയല്ല, നിങ്ങളുടെ എല്ലാ ടെക്സ്റ്റുകളും എല്ലാ ചാപ്റ്റേഴ്സും മൊത്തത്തിൽ അങ്ങ് അവർ മാറ്റി. ചെറിയ ചെറിയ സാമ്യം വരുന്ന രീതിയിൽ ഒഴിച്ച് ബാക്കിയെല്ലാം മൊത്തത്തിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇത്രയും നാൾ എൻ്റെ സീനിയേഴ്സ് പറയുമായിരുന്നു, സാർ ഓൾ പാസ്സാക്കും. അങ്ങനെ കേട്ട് വന്ന കഴിഞ്ഞ ഇപ്പം എക്സാം കഴിഞ്ഞ 8ാം ക്ലാസ്സിലെ കുട്ടികൾ പെട്ടുപോയി. 9ലെ കുട്ടികൾക്ക് വലിയ സീനില്ലായിരുന്നു, 8ലെ കുട്ടികൾ പെട്ടുപോയി. 10ലും അതുപോലൊക്കെ തന്നെയാണെന്നാണ് കേട്ടത്. അപ്പോൾ ഓൾ പാസ് എന്നുള്ളൊരു സാധനം എടുത്ത് ദൂരെ കളഞ്ഞു ഗവൺമെൻറ്. ഓക്കെ, നിലവാരം പഠിത്തത്തിൽ എഡ്യൂക്കേഷനിൽ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ നിലവാരം കൂടാൻ പോവാണ്. ഓക്കെ, ഒരു കുട്ടി പോലും അക്ഷരം അറിയാത്ത ഒരു കുട്ടി പോലും ജയിക്കൂല. എന്താണ് പഠിച്ചത് എന്നുള്ള സാധനം കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത് എന്ന് എഴുതി പാസ്സാവാത്തവരെ ഇനി എന്ത് ചെയ്യത്തില്ല, ജയിപ്പിച്ച് വിടത്തില്ല. പാവമല്ലേ, അയ്യോ ചെറുക്കൻ പാവമല്ലേ, എന്ത് ചെയ്യും, ഇങ്ങനെയൊന്നും ആലോചിക്കത്തില്ല ഒരുത്തനും. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഉള്ള നിലവാരങ്ങൾ അങ്ങ് മാറ്റി മറിച്ചിരിക്കുകയാണ്. ഞാൻ എടുക്കുന്നത് ഫിസിക്സ് ആയിരിക്കും. ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ വേവ് മോഷൻ, ഓക്കെ, അല്ലെങ്കിൽ സൗണ്ട് വേവ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. വേവ് മോഷൻ അല്ല, സൗണ്ട് വേവ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് തന്നെ സൗണ്ട് വേവ്സ്. കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ശബ്ദത്തിനെ പറ്റി പഠിച്ചു. അതിനു മുമ്പ് ടെക്സ്റ്റ് മാറുന്നതിന് മുമ്പ് 8ാം ക്ലാസ്സിൽ നിങ്ങൾ ശബ്ദത്തിനെ പറ്റി പഠിച്ചു. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വർഷം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഞാൻ നിങ്ങളെ നമ്മുടെ സൈറ്റ് പരിചയപ്പെടുത്താം. ecodon.in. ഇനി നിങ്ങൾക്ക് വേണ്ട, ഈ വർഷം വേണ്ട എല്ലാ മെറ്റീരിയൽസും എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഈ നമ്മുടെ സൈറ്റിൽ കിട്ടുന്നതാണ്. എല്ലാ ടെക്സ്റ്റ് ബുക്കും, വന്നിരിക്കുന്ന പുതിയ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുകയാണ്. എല്ലാ സൈഡിൽ നിന്നും പുതിയ ടെക്സ്റ്റ് വെച്ച് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. പക്ഷേ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനാണെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിലും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങും ഒന്നും ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമായിട്ട് ecodon നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഗൂഗിളിൽ പോയിട്ട് ecodon.in അടിക്കുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടാനാണെങ്കിൽ SSLC ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന് അടിക്കുക, ecodon വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ നോട്ട്സ് വേണമെങ്കിൽ SSLC ന്യൂ സിലബസ് നോട്ട്സ് എന്ന് അടിക്കുക, അല്ലെങ്കിൽ SSLC ന്യൂ നോട്ട്സ് എന്ന് അടിച്ചിട്ട് ecodon കൂടെ അടിച്ചു കൊടുക്കുക. പുതിയ നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്റർഫേസ് വരുന്നത്. ഇതിൽ ഞാൻ ഫിസിക്സ് ആണ് എടുക്കുന്നത്. സൗണ്ട് വേവ്സ്, ചാപ്റ്ററിന്റെ പേരെന്താ? സൗണ്ട് വേവ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഉറപ്പായിട്ടും നമ്മൾ സൗണ്ടിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് തന്നെ പറയേണ്ടത്. എന്താണ് സൗണ്ട്? സൗണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വെറും ഒരു വൈബ്രേഷൻ ആണ്, ഒരു വൈബ്രേഷൻ. ഓക്കെ, അതിന് സൗണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ എൻ്റെ തൊണ്ടയിൽ വോക്കൽ കോഡിൽ ഉണ്ടാവുന്ന സൗണ്ട് മൈക്ക് വരെ എത്തണം. ഓക്കെ, ഞാൻ വെച്ചിരിക്കുന്ന മൈക്ക് വരെ എത്തണം. അവിടെ എന്താ നടക്കുന്നത്? എന്താ വൈബ്രേഷനാണ്. അപ്പം ഞാൻ ഈ പെണ്ണിട്ട് ഇവിടെ ഇത് അടിക്കുന്ന ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. എന്താ അവിടെ നടക്കുന്നത്? ഞാനിട്ട് അടിക്കുമ്പോൾ ഇതിനൊരു ഓക്കെ, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ വഴിയെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, ഇത് ഞാൻ താഴെ അടിക്കുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വൈബ്രേഷൻ ആണ്. അത് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം. കറക്റ്റ് അല്ലേ? കുട്ടികളൊക്കെ നിങ്ങൾ ബെഞ്ചിലൊക്കെ കിടന്നിട്ടുണ്ടാവും ഫ്രീ പീരീഡിൽ അല്ലേ? അങ്ങനെ കിടക്കുന്ന സമയത്ത് അപ്പുറത്തേക്കുന്ന ഒരു വിരളിച്ചെറുക്കൻ ഈ ബെഞ്ചിന്റെ അങ്ങേ അറ്റത്ത് ഒരു അടി കൊടുക്കും. അപ്പോൾ നിങ്ങൾ ചെവി വെച്ച് ഇങ്ങനെ കിടക്കുമായിരിക്കും. ഒരൊറ്റ അടി കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് നമ്മുടെ ചെവിയിൽ കേൾക്കാം. എന്തോ നടന്നവിടെ? സോളിഡ് ആണ്. ബെഞ്ച് എന്ന് പറഞ്ഞ സാധനം എന്തുവാ? സോളിഡ്. ആ സോളിഡിൽ കൂടെ സൗണ്ട് എന്ത് ചെയ്തു? എൻ്റെ ചെവിയിലേക്ക് എത്തി. മനസ്സിലായോ? അപ്പോൾ സൗണ്ടിന് എന്ത് വേണം? ഒരു മീഡിയം വേണം. ഇനി ഏതൊക്കെയാണ് ആ മീഡിയം സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗണ്ടിനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യേണ്ട മീഡിയം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയർ, വാട്ടർ, സോളിഡ്. ഓക്കെ, എയർ വേണം, എയറിൽ കൂടെ ട്രാവൽ ചെയ്യും സൗണ്ട്, വാട്ടറിൽ കൂടെ ട്രാവൽ ചെയ്യും, പിന്നെ സോളിഡ്സ് കൂടെ ട്രാവൽ ചെയ്യും. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി. നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു അല്ലേ? അതൊരിക്കലും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല. സൗണ്ട് എന്ന് പറയുന്നത് എന്തല്ല, ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു സാധനമല്ല. പകരം എന്താ, ഇത് ഇങ്ങനെ വേവ്സ് പോലെ നടക്കുന്ന ഒരു സാധനമാണ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേവ്സ് പോലെ പോകുന്നതാണ്. നമ്മുടെ പാമ്പൊക്കെ എഴയില്ലേ? ഓക്കെ, അല്ലെങ്കിൽ കടലിൽ തിര വരുന്നില്ലേ? അതുപോലെ പോകുന്ന ഒരു സംഭവമാണ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വൈബ്രേഷൻ ഉണ്ടാവുന്നു, അതുപോലെ പാമ്പ് ഇങ്ങനെ പോകുന്ന പോലെ സിക്സ് ആക്ക് മൂവ്മെന്റിൽ എന്ത് ചെയ്യും? ഈ സാധനം ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ സൗണ്ടിന്റെ കുറച്ചുകൂടെ അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന
കുറച്ച് ടേംസ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ഉറപ്പായിട്ടും പ്രോബ്ലംസ് ഉണ്ട്, കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ടേംസിനെ പറ്റി പഠിച്ചേ പറ്റുള്ളൂ. ഫസ്റ്റ് വൺ, വേവ് ലെങ്ത്. എന്താണ് വേവ് ലെങ്ത്? നിങ്ങൾ ആ മോഷൻ കണ്ടോ, ആ ഒരു വേവ് കണ്ടോ? ആ വേവിൻ്റെ അകത്ത് ഒരു വേവിൽ നിന്ന് അടുത്ത വേവിലോട്ടുള്ള ദൂരം പേരിൽ തന്നെ കിടപ്പുണ്ട്, വേവിൻ്റെ ലെങ്ത്. ഓക്കെ, ഈ കാണുന്ന ഒന്നാമത്തെ വേവിൽ നിന്ന് അടുത്ത വേവിലോട്ട് എത്തുന്ന ദൂരം, അതാണ് അതിൻ്റെ വേവ് ലെങ്ത്. മനസ്സിലായോ മക്കളെ? അടുത്തത് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സൗണ്ട് വെച്ചു. ഓക്കെ, ഞാനിപ്പം സൗണ്ട് വെക്കുന്നു. എൻ്റെ ഫുൾ വേവ്സ് ഇത്രയാണ്, എൻ്റെ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ സൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഇവന്മാർ തമ്മിലുള്ള ഈ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അതായത് ആ മേളിലോട്ട് വന്നേക്കുന്ന ആ ഒരു വേവിൻ്റെ ഹൈറ്റ്, നീളം, വേവിൻ്റെ നീളം, ദൂരമല്ല. വേവുകളിൽ തമ്മിലുള്ള ദൂരത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നു. ഒരു വേവിൻ്റെ ഹൈറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നു. അടുത്തത് ഫ്രീക്വൻസി. എന്താ മക്കളെ? ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി എത്രയാണെന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, എത്രയാണ്? എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത്? 50 ഹെർട്സ് ആണ്. ഓക്കെ, എന്താ അതിൻ്റെ അത് ഉദ്ദേശിക്കുന്നത്? എടാ, ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം ആ മോട്ടർ കറങ്ങണം. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഫ്രീക്വൻസി. സൗണ്ടിന്റെ കാര്യത്തിലും അത്രയേ ഉള്ളൂ. ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ഉണ്ടാവുന്നോ അതാണ് അവിടുത്തെ ഫ്രീക്വൻസി. ഇപ്പൊ ഇതിൽ നോക്കിക്കേ, ഇതില് 1, 2, 3 വേവ്സ് ഉണ്ട്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ഉണ്ട്? 3 വേവ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഫ്രീക്വൻസി എത്ര? 3 ഹെഡ്സ്. ഹെഡ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ആണ് ഹെഡ്സ്. കിട്ടിയോ? സംഭവം കിട്ടിയോ? ഈ 3 സാധനം പഠിച്ച സൗണ്ടിന്റെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത നമ്മൾ കേൾക്കുന്നതാണ് സ്പീഡ് ഓഫ് വേവ്. ഓക്കെ, 2 പ്രാവശ്യം നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേന് 2 പ്രാവശ്യം കണ്ടാൽ മതി, ഫുള്ള് ക്ലിയറാ. ബേസിക് കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളുടെ ഓഫ്ലൈൻ കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെയൊക്കെ എയിം എന്താണ്, എവിടെ എത്തിച്ചേരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുറച്ചുപേർ പറഞ്ഞു എനിക്ക് എന്ത് ലോക്കോ പൈലറ്റ് ആവണം, പൈലറ്റ് ആവണം, പിന്നെ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അങ്ങനെ കുറച്ച് ഇത് വന്നു. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഡോക്ടർ ആവണമെങ്കിൽ പോലും ഇവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ്, അറിയേണ്ട ഒരു സാധനമാണ് സൗണ്ടിന്റെ വേവ്സിനെ പറ്റിയിട്ട് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം അടുത്തത് പറയുന്നത് സ്പീഡ് ഓഫ് വേവ്. ദ സ്പീഡ് ഓഫ് വേവ് ഇസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്രത്തോളം ഡിസ്റ്റൻസ്, അതിൽ തന്നെ കിടപ്പുണ്ട് സ്പീഡ് ഓഫ് വേവ്. ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് അത് താണ്ടി, അതാണ് അതിൻ്റെ സ്പീഡ് ഓഫ് വേവ്. ഓക്കെ, ദ സ്പീഡ് ഓഫ് വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഇപ്പം ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്താൻ 1 സെക്കൻഡാണെന്ന് വിചാരിച്ചു. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 15 അവിടുത്തെ സ്പീഡ് ഓഫ് വേവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, 15 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ അല്ല 8ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്, പഴയ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് വെച്ച് പഠിച്ചതാണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്? മീറ്റർ. കറക്റ്റ് അല്ലേ? ലെങ്ത്തിന്റെ യൂണിറ്റ് എന്തുവാ? മീറ്റർ. പിന്നെ ടൈമിന്റെ യൂണിറ്റ് എന്തുവാ? സെക്കൻഡ്. ഓക്കെ, അപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. ഡിസ്റ്റൻസിനെ നമ്മൾ അളക്കുന്നത് എന്ത് വെച്ചിട്ടാ? മീറ്റർ വെച്ചിട്ട്. ടൈമിനെ അളക്കുന്നത് സെക്കൻഡിൽ വെച്ചിട്ട്. അതുകൊണ്ട് നമ്മുടെ സ്പീഡ് ഓഫ് വേവിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ആദ്യത്തെ കുറച്ച് ഭാഗം നൈസായിട്ട് മനസ്സിലായില്ലേ? അടുത്തതാണ് ഓസിലേഷൻ. സൗണ്ട് വേവ്സിനെ പറ്റി ആലോചിക്കുമ്പോഴേ ആദ്യം മനസ്സിൽ വരേണ്ടത് ഓസിലേഷനും സിമ്പിൾ പെൻഡുലും മറ്റേ ഇതുണ്ടല്ലോ ബോബ്, അതിട്ടിങ്ങനെ ഒരു കയറിങ്ങനെ താഴോട്ടിടും, ബോൾ പോലത്തെ ഒരു കട്ടി സ്റ്റീലിന്റെ പോലത്തെ ഒരു ബോൾ പോലത്തെ ഒരു സാധനം വേണ്ടി അറ്റത്ത് തൂക്കിയിടും, ഇങ്ങനെ ആട്ടും. ഓക്കെ, അതാണ് ആദ്യം മനസ്സിൽ വരുന്നത്. നിങ്ങളെ +2 നിങ്ങൾക്ക് അത് ചെയ്യാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓസിലേഷൻ, വാട്ട് യു മീൻ ബൈ ഓസിലേഷൻ? Oscillation is a periodic motion in which object move to and fro at a regular interval of time. എന്താണ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം? ഓക്കെ, എന്താണ് ഈ പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, അതൊക്കെയാണ് ഇനി അടുത്തത് പറയുന്നത്. നോക്കിയാണ് മക്കളെ, നമുക്കിപ്പം സ്കൂളിൽ പീരീഡ്സ് ഉണ്ട് അല്ലേ? എന്താണ് അവിടെ നടക്കുന്നത്? ആദ്യത്തെ പീരീഡ് നമ്മുടെ ഫിസിക്സ്, പിന്നെ മാത്സ്, പിന്നെ ഹിന്ദി. എന്തിനാണ് അതിനെ പീരീഡ് എന്ന് വിളിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ഒരു പീരീഡ് എത്ര? 1 മണിക്കൂറാന്ന് വിചാരിച്ചു. അടുത്ത പീരീഡ് 45 മിനിറ്റ് അല്ല വരുന്നത്, വീണ്ടും എത്ര തന്നെയാ? 1 മണിക്കൂർ. അങ്ങനെ 1 മണിക്കൂർ വെച്ചിട്ട് ഓരോ ക്ലാസ്സും തരുന്നത് അല്ലേ? അതുകൊണ്ടാണ് അതിനെ
പീരീഡ് എന്ന് പറയുന്നത്. അറ്റ് സർട്ടൈൻ ടൈം ഇന്റർവെല്ലിൽ പോകുന്നതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓസിലേഷനിൽ വരുന്ന സമയത്തും ഒരു സർട്ടൈൻ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്നതിന് ആ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതിന്റെ മലയാളമാണ് ടു ആൻഡ് ഫ്രോ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതിന്റെ മലയാളം എന്തുവാ, ടു ആൻഡ് ഫ്രോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര ടൈമിൽ പോയിട്ട് വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മക്കളെ, ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓസിലേഷന്റെ ഇംഗ്ലീഷ് ടേം നോക്കിയേ, ഡെഫിനിഷൻ നോക്കിയേ. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജെക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും, ടു ആൻഡ് ഫ്രോ, ടു ആൻഡ് ഫ്രോ. ഓക്കെ, അറ്റ് എ റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ, അവിടെ തിരിച്ചെത്തുന്ന വരെ. ഓക്കെ, അത് ഒത്തിരി ഒന്നും വേണ്ട, വലുതായിട്ടൊന്നും വേണ്ട, ചെറുതായിട്ട്. ഓക്കെ, ഇനിയും ഓസിലേറ്ററി മോഷന്റെ നമ്മൾ ഈ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിനെയാണ്. അപ്പോൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മോഷനെ വിളിക്കുന്ന പേര്. അങ്ങോട്ട് നമ്മളിപ്പം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ എന്തുവാ, സർക്കിളിൽ ട്രാവൽ ചെയ്യുന്നു അല്ലേ. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നു തിരിച്ചു പോകുന്നു, അതാണ് ഓസിലേറ്ററി മോഷൻ. ഓക്കെ, അതിന്റെ ഒരു 2 എക്സാമ്പിളും കൂടെ പറയാനാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ എക്സാമ്പിൾ നമ്മളെല്ലാം പടത്തിലും ചിലവരുടെ വീട്ടിലും ഒക്കെ ഉണ്ടാവും. ക്ലോക്കിന്റെ അകത്ത് താഴെ കിടന്ന് ഇങ്ങനെ ആടുന്ന ഒരുത്തൻ. ഓക്കെ, താഴെ കിടന്ന് ഇങ്ങനെ ആടുന്ന ഒരുത്തൻ. ആരത്, പെൻഡുലം, ക്ലോക്കിന്റെ പെൻഡുലം. ഓക്കെ, രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബ്. നമ്മൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടിയുള്ള സ്റ്റീലിന്റെ ഒരു സാധനം പോലെ ഒരു സാധനം ഉണ്ടാവും. അതിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒരു നൂല് കെട്ടിയിട്ടുണ്ടാവും, അതിങ്ങനെ ഇട്ടിട്ട് അട്ടിക്കളിക്കും, അല്ലെങ്കിൽ ഊഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാൻ പറ്റും, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ആണെന്ന് ഏതാന്ന് വെച്ചാൽ അതെടുത്ത് എഴുതുക. ഓക്കെ, പിന്നെ ഈ പറയുന്ന പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി കുറയും എപ്പോഴാണെന്നറിയാമോ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തുവാ, ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം വേവ് ഉണ്ടാവുന്നു, ഓക്കെ, എത്ര പ്രാവശ്യം മോഷൻ ഉണ്ടാവുന്നു, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി കുറയുന്നു എപ്പോഴാണെന്നറിയാമോ? നീളം കൂട്ടുന്ന സമയത്ത്. ഈ നൂലിന്റെ നീളം നമ്മൾ എത്ര കൂട്ടുന്നോ അതിനനുസരിച്ച് അതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും, കുറയും എന്നാണ് പറയുന്നത്. അപ്പൊ നീളം ഞാൻ കുറച്ചു, ഇത്രയേ ഉള്ളെന്ന് വിചാരിക്കും, ഇത്രയും. അപ്പൊ അവിടെ എന്തുണ്ടാവും, ഫ്രീക്വൻസി കൂടുതലാ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഞാലാനുള്ള സമയം ചാൻസസ് വളരെ കൂടുതലാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അതാണ് ഓസിലേറ്ററി മോഷൻ്റെ അകത്ത് പറയുന്നത്. ഇപ്പൊ അടുത്തത് ഈ ഓസിലേറ്ററി മോഷൻ്റെ അകത്തു നിന്ന് വെച്ചിട്ട് 2 ടേംസ് നമുക്ക് പറയാനുണ്ട്. നോക്കി, പീരീഡ്. എന്താണ് പീരീഡ്? ദ ടൈം ടേക്കൻ ഫോർ വൺ ഓസിലേഷൻ. തെറ്റിച്ച് കളയരുത്, പീരീഡും ഫ്രീക്വൻസിയും തമ്മിൽ തെറ്റിക്കരുത്. ഫ്രീക്വൻസിക്കകത്ത് പറയുമ്പോൾ ഒരു ഓസിലേഷൻ ഇത്ര സെക്കൻഡിൽ, ഒരു സെക്കൻഡിൽ ഇത്ര ഓസിലേഷനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ. ആ ഇത്ര സെക്കൻഡ് എന്ന് ഞാൻ എടുത്തു കളയാണ്. ഓക്കെ, എന്നിട്ട് വേറൊരു ടേം ആഡ് ചെയ്യാണ്. ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. ഒരു ഓസിലേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പീരീഡിന്റെ സിമ്പിളാണ് ടി. പീരീഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്തുവാ? ടി. ഓക്കെ, SI യൂണിറ്റ് എന്തുവാ അതിന്റെ? പീരീഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് തന്നെയാണ് വരുന്നത്. ടൈം അല്ലേ അവിടെ പറയുന്നത്, ടൈമിന്റെ യൂണിറ്റ് എന്തുവാ? സെക്കൻഡ്. ഓക്കെ, ഫ്രീക്വൻസി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ നോക്കിയേ, F is equal to 1/t. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി ഈസ് ദി നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള ഓസിലേഷനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് F is equal to 1/t. ടി എന്ന് പറഞ്ഞാൽ എന്താ? പീരീഡ്. ഓക്കെ, F is equal to 1/t. F എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫ്രീക്വൻസി. F is equal to 1/t. ഓക്കെ, സെറ്റ് ആണല്ലോ. അടുത്തതിലേക്ക് പോയാലോ? കിടക്കുന്നു. ഇനി നാച്ചുറൽ ഫ്രീക്വൻസി. എന്താണ് പിള്ളേരെ? നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, വെൻ ആൻ ഒബ്ജെക്ട് വൈബ്രേറ്റ്സ് ഫ്രീലി ഇറ്റ് വൈബ്രേറ്റ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. അതായത് ഞാൻ ഈ ഫോൺ ഇതിട്ട് ഞാൻ അടിക്കുന്നില്ല, പോട്ടെ, എൻ്റെ ID കാർഡ്, ഈ ID കാർഡ് എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ ചുമ്മാ ഇങ്ങനെ അടിച്ചപ്പോൾ നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കാം അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ കയ്യിൽ അടിക്കുക, ആ സൗണ്ട് തന്നെയാണോ കേട്ടത്? ആണോ? സെയിം സൗണ്ട് തന്നെയാണോ കേട്ടത്? അല്ല. എന്താ അവിടെ നടന്നേ? ഈ പറഞ്ഞ ID കാർഡിനും ഇതിനും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഒരു വസ്തു ഉണ്ടായി വരുമ്പോൾ തന്നെ അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. എക്സാമ്പിൾ, ഓരോ മനുഷ്യനും പല സൗണ്ടിലാണ് സംസാരിക്കുന്നത്, കറക്റ്റ് അല്ലേ? അപ്പൊ അവരുടെ എല്ലാം ജനിച്ചു വരുമ്പോൾ അവരുടെ എല്ലാം സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്തുവാ? ദൈവം ഇങ്ങനെ, നിനക്ക് ഇത്ര ഫ്രീക്വൻസി, നിനക്ക് 38 മതി, നിനക്ക് 48 മതി, പോ ഒരു സെക്കൻഡിൽ ഇത്ര പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യണം. അപ്പം ഇവന്മാരുടെ എല്ലാം ഫ്രീക്വൻസി എന്താ? ഡിഫറൻറ്റാ. ഓരോരുത്തവനും ഓരോ ഫ്രീക്വൻസി ഉണ്ടാവും. ഈ പെന്നിട്ട് ഞാൻ അടിച്ചാൽ കണ്ടോ സൗണ്ട് വളരെ കുറവാ. എന്ത് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഫ്രീക്വൻസി വളരെ കുറവാ.
ഓക്കെ, ഇതിനെയാണ് ജന്മന അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത്? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഈ നാച്ചുറൽ ഫ്രീക്വൻസി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നാച്ചുറൽ ഫ്രീക്വൻസി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന്, ഞാൻ പ്ലാസ്റ്റിക് കൊണ്ട് അടിച്ചപ്പം എനിക്ക് ഈ ഒരു സൗണ്ട് കിട്ടി. ഞാൻ റബ്ബറും കൊണ്ട് അടിച്ചപ്പം എനിക്ക് വേറൊരു സൗണ്ട് കിട്ടി. ഫോണിൻ്റെ കവറൊക്കെ റബ്ബറൈസ്ഡ് ആണല്ലോ. അപ്പോൾ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് അനുസരിച്ചായിരിക്കും സൗണ്ട് കേൾക്കുക. അതേസമയം ഞാൻ കണ്ടോ ഇരുമ്പേൽ അടിക്കുമ്പോൾ എന്താണ്? വേറെ സൗണ്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന വസ്തുവിന്റെ നേച്ചർ അനുസരിച്ച് എന്ത് ചെയ്യും? സൗണ്ടിന്റെ ഫ്രീക്വൻസിക്ക് മാറ്റം വരും. പിന്നെ ലെങ്ത് ഓഫ് ദി ഒബ്ജക്ട്, നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിന്റെ നീളത്തിനനുസരിച്ച് ഫ്രീക്വൻസിക്ക് എന്ത് ചെയ്യും? മാറ്റം വരും. പിന്നെ സൈസ് ഓഫ് ദി ഒബ്ജക്ട്, സൈസിനനുസരിച്ച് മാറ്റം വരും. പിന്നെ ഇലാസ്റ്റിസിറ്റി, വലിയുന്ന സംഭവം ഉണ്ടല്ലോ, അതിനെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, അതിനനുസരിച്ച് എന്ത് ചെയ്യും? മാറ്റം ഉണ്ടാവും. അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? when an object vibrate freely it vibrate in its innate frequency, അതിനുള്ള ഫ്രീക്വൻസി തന്നെ അത് എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അതിനുള്ള ഫ്രീക്വൻസി വെച്ച് അത് വൈബ്രേറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് പുതിയതായിട്ട് 50 ഹെഡ്സ് ഉള്ള 50 ഹെഡ്സ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ് അല്ലേ. 50 ഹെഡ്സ് ഉള്ള ഒരു വസ്തുവിനെ ഞാൻ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് 75 ഹെഡ്സ് തരത്തില്ല. എങ്ങനെ പോയാലും അത് എന്തേ തരത്തുള്ളൂ? 50 ഹെഡ്സേ തരത്തുള്ളൂ. മനസ്സിലായോ? സെറ്റാണോ? എന്നാ പിന്നെ പിടിച്ചോ. അടുത്ത സാധനം ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എന്താണ് അവന്റെ പേര്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് എ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജെക്ട്. അതായത് ഞാൻ ഈ ഒരു വസ്തുവിനെ ഓക്കെ ഇങ്ങനെ ഇട്ട് അടിച്ചു അല്ലേ. അപ്പം ഒരു വസ്തുവിനെ അവന്റെ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ ഞാൻ സഹായിച്ചു. ഓക്കെ, അപ്പൊ അവിടുത്തെ എക്സ്റ്റേണൽ വൈബ്രേഷൻ ചെയ്യിപ്പിക്കാൻ വസ്തു ആരാ? ഞാൻ. ഓക്കെ, അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. പേരിൽ തന്നെ കിടപ്പുണ്ട് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഒരു വസ്തുവിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുകയാണ്. മനസ്സിലായോ? ഒരു വസ്തുവിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്നു. അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, രണ്ടാമത്തേത് റെസണൻസ്. എന്താണ് റെസണൻസ് എന്ന് നോക്കിയേ. അതായത് ഞാൻ ഈ വസ്തുവിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, 50 ഹെഡ്സ് ആണെന്ന് വിചാരിക്കുക. വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച എനിക്കും 50 ഹെഡ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനാണെങ്കിൽ രണ്ടിന്റെ ഹെഡ്സ് തമ്മിൽ സെയിം ആയി വരുവാണെങ്കിൽ അതിന് എന്തെന്ന് പറയും? റെസണൻസ് എന്ന് വരും. ഓക്കെ, കേട്ടോ? ഇനി അതിന്റെ ഡെഫിനിഷൻ കേട്ടോ. ഇഫ് ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ഫോഴ്സ്ഡ് ഒബ്ജെക്ട് ആൻഡ് ദാറ്റ് ഓഫ് ദി ഫോഴ്സ്ഡ് ഒബ്ജെക്ട് ആർ ഈക്വൽ, the object are said to be resonance. If the natural frequency of a forcing object and the forced object are equal. ഫോഴ്സിങ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ എടുക്കുന്ന വസ്തുവിനെ ഞാൻ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആരാണോ അതിനെ ഫോഴ്സ് ചെയ്യിപ്പിച്ചത്, ഇവന്മാർ തമ്മിലുള്ള ഫ്രീക്വൻസി ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? റെസണൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സെറ്റാണോ? ഒരു വസ്തുവിനെ ഞാൻ എടുക്കുന്നു, അവനെ ഞാൻ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. അവന്റെ ഫ്രീക്വൻസി 50 ആണെങ്കിൽ എന്റെ ഫ്രീക്വൻസി 50 ആണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ആണ്, ഉണ്ടെങ്കിൽ ഞാൻ റെസണൻസ് ആണ്. കിട്ടിയോ? സെറ്റ് കിട്ടിയോ? സാധനം കിട്ടിയോ? ഓക്കെ. ദി ഒബ്ജെക്ട് അണ്ടർഗോയിങ് റെസണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഈ റെസണൻസിൽ ഉണ്ടാവുന്ന സൗണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തോ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നീളം. ഓക്കെ, ഒരു വേവിന്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. ഇപ്പം ഈ പറയുന്ന ID കാർഡ് അടിക്കുമ്പോൾ അതിന്റെ റെസണൻസ് അതിന്റെ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ വരുള്ളൂ. ഓക്കെ, എന്റേതും കൂടെ 50. ഓക്കെ, ഈ 50 + 50 എന്താവും? 100 ആവും. കറക്റ്റ് അല്ലേ? അപ്പൊ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? വളരെ വലുതായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസണൻസും എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് അടുത്ത ചോദ്യം. ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസ് എവിടെ യൂസ് ചെയ്യുന്നത്? MRI സ്കാനിങ്ങിൽ യൂസ് ചെയ്യും, മെഡിക്കൽ ഫീൽഡിൽ അല്ലേ. പിന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റേഡിയോ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഗിത്താർ, വയലിൻ, വീണ, ഹാർമോണിയം ആൻഡ് മൃദംഗം. ഓക്കെ, വായിക്കാൻ അറിയാത്ത കുട്ടികളൊക്കെ അതൊക്കെ സ്പെല്ലിംഗ് ഒക്കെ കണ്ടോ? ആദ്യം കണ്ടപ്പോൾ ഞാനും ഒന്ന് അന്താളിച്ചു പോയി. മൃദംഗം എന്നൊക്കെ എഴുതിക്കുന്നുണ്ടോ? ഓക്കെ, പിന്നെ അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ അതെല്ലാം വായിച്ചു നോക്കുക, കറക്റ്റാക്കി മനസ്സിലാക്കുക. ഉറപ്പായിട്ടും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പാസ്സാക്കിക്കത്തേ ഇല്ല.
പാസ്സാക്കിക്കത്തേ ഇല്ല, ഒരിക്കലും ഇല്ല. ഓക്കെ, ഇനിയും ആ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലംസ് എല്ലാം നമുക്ക് വരും ക്ലാസ്സുകളിൽ ചെയ്യാം. അവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും, എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. എന്നാലും പ്രോബ്ലംസ് വരും ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, എനിക്ക് സ്പെഷ്യൽ കെയർ വേണം. ഓക്കെ, പക്ഷെ എൻ്റെ അത്ര പൈസയും ഇല്ല. ഈ 3000-4000 രൂപയൊന്നും കൊടുക്കാൻ എൻ്റെ ഇല്ല എന്നുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ട്യൂഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് ഓൺലൈനായിട്ട്. നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്ന രീതിയിലായിരിക്കും വരിക. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഇടയിൽ നമ്മുടെ നമ്പർ കിടപ്പുണ്ട്, അത് കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക, വിളിച്ച് സംസാരിക്കുക. നല്ല ക്ലാസ്സുകളായിരിക്കും. എല്ലാം മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ മാത്രം, ഒരു ക്ലാസ് ഡെമോ കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ക്ലാസ് എടുക്കുക. ഓക്കെ, ശരിയാടാ, സെറ്റാണോ? ഓക്കെ, അടുത്തത് വേവ് മോഷൻ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. എന്താണ് വേവ് മോഷൻ? ഓക്കെ, വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദി മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം ടു അതർ പാർട്സ്. എന്താണ് വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് വേവ് മോഷൻ? ഈസ് വൺ ഓഫ് ദി മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം ടു അതർ പാർട്സ്. അതായത് ഞാനിപ്പം പോട്ടെ, ഇത് സൈക്കിള്. ഓക്കെ, ഞാൻ സൈക്കിള് ചവിട്ടി, എക്സാമ്പിൾ മാത്രമാണ്, വേവ് മോഷൻ്റെ എക്സാമ്പിൾ അല്ലത്, എന്നാലും ഞാൻ പറയാം. സൈക്കിള് ഞാൻ എന്ത് ചെയ്തു? ചവിട്ടുകയാണ്. ഓക്കെ, പെഡലേലാണ് ഞാൻ ചവിട്ടുന്നത്, കറക്റ്റ് അല്ലേ? ഈ പെഡല് ചവിട്ടുന്ന സമയത്ത് ചെയിൻ വഴി ബാക്കിലത്തെ ആ ഇതുണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നു, ആ ബെയറിങ്ങിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ചവിട്ടുന്ന ഫോഴ്സ് അതിൻ്റെ അകത്തൂടെ പോവുകയാണ്. ഓക്കെ, അവിടെ അപ്പം എന്തുണ്ടാവുന്നു? ഒരു മെക്കാനിക്കൽ എനർജി ഉണ്ടാവുന്നു. കറങ്ങുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാവുന്ന എനർജി എന്തുവാ? മെക്കാനിക്കൽ എനർജി. ഓക്കെ, അത് മറന്ന് പോകരുത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സാധനം, അതായത് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലോട്ട് എനർജീനെ കൊടുക്കുകയാണ്, പകർന്നു കൊടുക്കുകയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വേവ് മോഷൻ. അത് അടുത്ത പാർട്സിലോട്ട് കൊടുക്കുന്നതിനെയാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു എനർജി ഉണ്ട്, അതായത് ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും ഉറപ്പായിട്ടും. മറ്റേ സ്കെയിൽ വെച്ച് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറൊരാളും കൂടെ ഉണ്ടാവും. ആരാ? ഹീറ്റ് എനർജി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹീറ്റ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മുഖത്തോട്ട് വെക്കുമ്പോൾ, ഞാനിപ്പോൾ തണുപ്പത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക, മുഖത്തോട്ട് വെക്കുമ്പോൾ എന്താ, ഈ ഹീറ്റ് എനർജി എൻ്റെ മറ്റേ ഫേസ് പാർട്ടിലോട്ട് എന്ത് ചെയ്യാണ്? ആ എനർജി ട്രാൻസ്ഫർ ആയി. മനസ്സിലായോ? അവിടെ എന്തോ അപ്പോൾ ഉണ്ടായത്? വേവ് മോഷൻ. അത്രേ ഉള്ളൂ. ക്ലിക്കായോ? അപ്പൊ എന്താ വേവ് മോഷന്റെ എക്സാമ്പിൾ? എന്താ എന്റെ ഇതെന്താ ഡെഫിനിഷൻ? എന്താ? വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദി മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദി മീഡിയം ടു അതർ പാർട്സ്. ഒരു പാർട്ടിൽ നിന്ന് അടുത്ത പാർട്ടിലോട്ട് എനർജി ട്രാൻസ്ഫറിനെയാണ് എന്തെന്ന് പറയുന്നത്? വേവ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദി കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു അതർ പാർട്സ് ത്രൂ ഓസിലേഷൻ ഈസ് കോൾഡ് വേവ് മോഷൻ. അതിന്റെ വേറൊരു ഡെഫിനിഷനാണ് കിടക്കുന്നത്. ഓക്കെ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു അതർ പാർട്സ് ത്രൂ ഓസിലേഷൻ ഈസ് കോൾഡ് വേവ് മോഷൻ. ഓക്കെ, ഇനിയും ഈ വേവ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. വേവ്സിൻ്റെ റേഡിയോ വേവ്സ്, സെയ്സ്മിക് വേവ്സ്, ലൈറ്റ് വേവ്സ്, സൗണ്ട് വേവ്സ്, റിപ്പിൾസ് ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ. നടക്കുന്നത് എന്താ സാർ റിപ്പിൾസ് ഓൺ ദി സർഫസ്? പിന്നെ സെയ്സ്മിക് വേവ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ സാർ അത് രണ്ടും ഞങ്ങൾക്ക് പരിചിതമല്ല. എന്താണ് സാർ അത്? റേഡിയോ വേവ്സ് അറിയാമല്ലോ, റേഡിയോ സിഗ്നൽസ് കൊടുക്കുന്ന വേവ്സ്. ഓക്കെ, ആ ഒരു ഏരിയ റേഡിയോ അവിടെ കൊടുക്കുന്ന ആ വേവ്സിനെയാണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. സെയ്സ്മിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമികുലുക്കം ഒക്കെ ഉണ്ടാകത്തില്ലേടാ, ഭൂമികുലുക്കം. ആ ഭൂമികുലുക്കം ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരു വേവ് ഉണ്ടായിട്ടാണ്. ഈ വേവ് കാരണമാണ് ഭൂമികുലുക്കം ഉണ്ടാവുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സുനാമി വരുന്നതും സെയിം സാധനം. ലൈറ്റ് വേവ്സ് അറിയാമല്ലോ, ലൈറ്റ് കൊണ്ടുണ്ടാവുന്ന വേവ്സ്, ലൈറ്റ് കൊണ്ടുള്ള തരംഗം. സൗണ്ട് വേവ്സ്, സൗണ്ടിന്റെ തരംഗം. റിപ്പിൾസ് ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ. ഞാനൊരു കല്ലെടുത്ത് വെള്ളത്തിലോട്ട് ഇടുക എന്ന് വിചാരിച്ചു, ആറ്റിലോട്ട് ഇട്ടെന്ന് വിചാരിക്കുക, അവിടെ എന്തുണ്ടാവും? ഇങ്ങനെ ബ്ലും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാം. ആ ഒരു സർക്കിളിനെയാണ് റിപ്പിൾസ് ഓഫ് ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ, റിപ്പിൾസ് ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞേക്കുന്ന ഇത്രയും വേവ്സിനെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുകയാണ്, ഇത്രയും വേവ്സിനെ മീഡിയം ആവശ്യമുള്ളതും
മീഡിയം ആവശ്യമില്ലാത്തതുമാക്കിയിട്ട് തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവന്മാർ പോകണമെങ്കിൽ ഇവന്മാർക്ക് ഒരു മീഡിയം വേണമെന്ന് വിചാരിക്കും. ഇപ്പൊ ലൈറ്റ് എനർജി, ലൈറ്റിന് പാസ് ചെയ്യണമെന്നെങ്കിൽ അതിനൊരു മീഡിയം വേണോ? സൂര്യൻ വെളിയിലാണ്, നമ്മുടെ എർത്തിന്റെ വെളിയിലാണ്. അവിടുന്ന് ലൈറ്റ് നമ്മുടെ എർത്തിലോട്ട് എത്തണമെങ്കിൽ ഒരു മീഡിയം വേണമായിരുന്നോ? വേണ്ട. അപ്പൊ ലൈറ്റ് എനർജി എന്ന് പറയുന്നത്, ലൈറ്റ് വേവ്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു മീഡിയം വേണോ? വേണ്ട. അടുത്തത് നോക്കിക്കേ, റേഡിയോ വേവ്സ്, റേഡിയോ സിഗ്നലിന് അതിനൊരു വേവ് വേണോ? അതിനൊരു മീഡിയം വേണോ? നമ്മുടെ കാറിൻ്റെ അകത്തൊക്കെ റേഡിയോയ്ക്കകത്ത് പാട്ട് കേൾക്കും. എന്തെങ്കിലും മീഡിയം കൊടുക്കുന്നുണ്ടോ? ആ ആന്റിന മേളിലോട്ട് പൊക്കി വെക്കുന്നതല്ലാണ്ട് എന്തെങ്കിലും മീഡിയം കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അവിടുന്ന് ക്യാച്ച് ചെയ്യുകയാണ് ആ സിഗ്നലിനെ. വേറെ ഇനിയും മീഡിയം വേണ്ടതാരൊക്കെയാന്ന് നോക്കിക്കേ. സീസ്മിക് വേവ്സ്, എർത്ത് കേക്ക് നടക്കണമെങ്കിൽ മേളിൽ മണ്ണ് വേണം, മീഡിയം വേണം. ആ മണ്ണ് താഴുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആ പാറ താഴുന്നതിനനുസരിച്ചാണ് ഭൂമിയിലേക്ക് ഉണ്ടാവുന്നത്. സൗണ്ട് വേവ്സ്, സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എയർ വേണം ഉറപ്പായിട്ടും. റിപ്പിൾ ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ, വാട്ടർ വേണം അവിടെ മീഡിയം ആയിട്ട്, അല്ലേ? വാട്ടറിന്റെ മണ്ടയ്ക്ക് വീഴുമ്പോഴല്ലേ ഇതുണ്ടാവുന്നേ. ആ ഒരു വട്ടം പോലെ, നിങ്ങൾ കല്ലെടുത്ത് എറിയുമ്പോൾ ഒരു വട്ടം പോലെ ഉണ്ടാവുമല്ലോ, ക്ലിക്ക് എന്നൊരു സാധനം വീണിട്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? വളരെ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആണോ? ആണെങ്കിൽ നമുക്ക് അടുത്ത കുറച്ച് സംഭവങ്ങളിലേക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കുറച്ച് സംഭവങ്ങളിലേക്ക് പോകാം. ഇനി വേവ്സിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. വേവ്സിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതിന്റെ ഡെഫിനിഷൻ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും അത് എന്താണെന്ന് നോക്കിക്കേ. ദേ ഡു നോട്ട് റിക്വയർസ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഒരു മീഡിയം വേണ്ട. ഇലക്ട്രോ മാഗ്നറ്റിക് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ കാറിന്റെ അകത്ത് നമ്മൾ പാട്ട് കേൾക്കുന്ന സംഭവമില്ലേ, ആ ഒരു ബോക്സ്, ആ ബോക്സിൽ കൂടെ നമുക്ക് സൗണ്ട് എങ്ങനെയാ കേൾക്കുന്നത്? ആ ഒരു സ്പീക്കർ വഴിയല്ലേ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെച്ചിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിന്റെയും മാഗ്നറ്റിക് എഫക്റ്റിന്റെയും പ്രോപ്പർട്ടി വെച്ചിട്ട് സിഗ്നൽസിനെ പിടിക്കുന്നതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്, ആ വേവ്സിനെ പിടിക്കുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അവനൊരു മീഡിയം വേണ്ട, അവന് ട്രാവൽ ചെയ്യാൻ എന്ത് വേണ്ട? ഒരു മീഡിയം വേണ്ട. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ ആൻഡ് ഗാമ. അതായത് ഇൻഫ്രാറെഡിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ടിവിയുടെ അറ്റത്ത് LED ബൾബ് പോലത്തെ ഒരു സാധനമുണ്ട്. അത് LED ബൾബ് ആണോ? അല്ല. ഇൻഫ്രാറെഡ് റേസ് ട്രാവൽ ചെയ്യിപ്പിക്കുകയാണ്. സിഗ്നൽ ടിവിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഇൻഫ്രാറെഡ് റേ വെച്ചിട്ടേ എത്തിക്കാൻ പറ്റത്തുള്ളൂ. അതിനൊരു മാധ്യമം വേണ്ട. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിനൊരു മീഡിയം വേണ്ട. വേവ്സിന് ട്രാവൽ ചെയ്യാൻ എന്ത് വേണ്ട? മീഡിയം വേണ്ട. അടുത്തത് മെക്കാനിക്കൽ വേവ്സ്. അവൻ എന്ത് വേണം? റിക്വയർസ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അവന് ട്രാവൽ ചെയ്യണമെങ്കിൽ ആര് വേണം? മീഡിയം ഉറപ്പായിട്ടും വേണം. ആർക്കാ? മെക്കാനിക്കൽ. അതിന്റെ പേരിൽ തന്നെ കിടപ്പുണ്ട് മെക്കാനിക്കൽ. മെക്കാനിസം, എന്തോ ഒരു മെക്കാനിസം. നമ്മൾ സ്വിച്ച് ഇടുമ്പോഴാണ് ഫാൻ ഓൺ ആവുന്നത്. അപ്പോൾ അവിടുത്തെ മീഡിയം ആരാ? സ്വിച്ച്. വയറിൽ കൂടെ പാസ് ചെയ്ത് മീഡിയം അവിടുത്തെ സ്വിച്ചും വയറുമാണ്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ എന്ന് പറയുന്നത് കൊണ്ട് ആലോചിച്ചോണം. മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ഡു നോട്ട് നീഡ് എനി മീഡിയം ടു ട്രാവൽ. ഓക്കെ, ട്രാൻസ്മിഷന് വേണ്ടിയിട്ടൊരു മീഡിയം വേണ്ട. അപ്പോൾ ഈ പറയുന്ന മെക്കാനിക്കൽ വേവ്സിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്വേഴ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്വേഴ്സ്, രണ്ട് വേവായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വാട്ടർ. എന്താ പറഞ്ഞേക്കുന്നത്? വെള്ളത്തിന്റെ, അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ഈ സാധനം വെച്ച് ഞാൻ അടിച്ചു, ഇത് വെച്ച് എന്ത് ചെയ്തു? ഇങ്ങനെ അടിച്ചു. അപ്പൊ കീന്നൊരു സൗണ്ട് കേട്ടു അല്ലേ? ഇതിന്റെ വൈബ്രേഷൻ ഇങ്ങനായിരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. മുമ്പിൽ എയർ മോളിക്യൂൾസ് ഉണ്ടാവും, ഇതിന്റെ വൈബ്രേഷൻ എന്താ? ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത്. Longitudinal waves are those in which a particle in the medium vibrates parallel to the direction of propagation of wave. അതിന്റെ പാർട്ടിക്കിൾ സബ്സ്റ്റൻസ് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? വേവ് എങ്ങോട്ടാണോ പോകുന്നത് അതിന് പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത്. ഇപ്പൊ വേവ് ഇങ്ങോട്ടാ പോകുന്നതെന്ന് വിചാരിക്കും, ഞാൻ സംസാരിക്കുകയാണ്, എന്റെ സൗണ്ട് വേവ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അവിടുത്തെ മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നതും എങ്ങനെയായിരിക്കും? എന്റെ പാരലൽ ആയിട്ടായിരിക്കും. സൗണ്ട് പോകുന്നത് ഇങ്ങനെയായിരിക്കും,
അവിടുത്തെ മീഡിയം, എയർ മീഡിയം എന്തായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നതും പാരലായിട്ടായിരിക്കണം. പാമ്പ് പോലല്ല. എങ്ങനല്ല? പാമ്പ് പോകുന്ന പോലെ അല്ല. പാമ്പ് വൈബ്രേറ്റ് ചെയ്യുന്നത് പാമ്പ് പോകുന്ന പോലെ അല്ല എന്ത് ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൽ നടക്കുന്നത്. പകരമോ മുമ്പിൽ നിൽക്കുന്ന വസ്തു ഏത് സൈഡിലോട്ടാണോ വൈബ്രേറ്റ് ചെയ്യുന്നു പോകുന്നത് ആ സൈഡിലോട്ട് സൗണ്ട് വേവ്സും പൊക്കോണം. അങ്ങനെയാണെങ്കിൽ അതെന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. ഓക്കെ, ഒരു പടം അവിടെ തന്നിട്ടുണ്ട്. ട്യൂണിംഗ് ഫോർക്ക് എന്നാണ് അതിന് പറയുന്നത്. ആ ട്യൂണിംഗ് ഫോർക്ക് അടിക്കുന്ന സമയത്ത് ക്ലിങ് എന്ന് പോകും. അതിന്റെ സൗണ്ട് എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ചാണ് എയർ മോളിക്യൂൾസും വൈബ്രേറ്റ് ചെയ്യുന്നത്. പാരലായിട്ട് പൊക്കോണം. അടുത്തത് ട്രാൻസ്വേഴ്സ് വേവ്. അടുത്തത് എന്താ? ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, വെൻ ദി പാർട്ടിക്കിൾ ഓഫ് മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ് ഈസ് കോൾഡ് എന്താ? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ സൗണ്ട് ഇങ്ങോട്ടാ പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ ഇങ്ങനെയായിരിക്കും വരിക, 90 ഡിഗ്രിയില. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയിലായിരിക്കണം. പേരിൽ തന്നെ കിടപ്പുണ്ട് എന്താ? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 90 ഡിഗ്രിയിലായിരിക്കണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിക്കിൾ മീഡിയം വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ ഒരു പാർട്ടിക്കിളിലുള്ള മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെ ആയിരിക്കണം? സൗണ്ടിന്റെ പെർപെൻഡിക്കുലർ ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ. ഈ പടം ഒന്ന് ശ്രദ്ധിച്ചേ. കണ്ടോ? ഇവിടെ ഞാൻ ഒരു സ്പ്രിങ് പോലത്തെ സാധനം എടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക? വലിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഞാൻ ഇങ്ങനെ സ്പ്രിങ് പോലത്തെ വലിയ സാധനത്തിന് ഇങ്ങനെ വലിച്ചു പിടിക്കുന്നു, വിടുന്നു. ഇത് ഇങ്ങനെയൊന്നും അങ്ങ് ഒട്ടുമല്ല ചെയ്യുക, പകരം ഇങ്ങനെ ഒരു വിടവായിട്ടാണ് പോകുന്നത്. ഓക്കെ, ഒന്ന് ശ്രമിച്ചാൽ മതി. വലിയ സ്പ്രിങ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചു നോക്കുക. തിരിച്ചു വിടുമ്പം ഇത് നേരെ അല്ല വരുന്നത്, പകരം ഇങ്ങനെ ഒരു പാത്തുണ്ടാക്കിയാ പോകുന്നത്. പാമ്പ് പോകുന്ന പോലെ ഒരു പാത്തുണ്ടാക്കിയിട്ടാണ് അത് പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ വേവിന്റെ പടത്തിൽ വേറൊരു സാധനം ഉണ്ട്. ആ വേവിന്റെ മേളിലോട്ട് നിൽക്കുന്ന ആംപ്ലിറ്റ്യൂഡ് മേളിലോട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്രസ്റ്റ് എന്ന് വിളിക്കും. ആംപ്ലിറ്റ്യൂഡ് മേളിലോട്ടാണ് നിൽക്കുന്നതെങ്കിൽ ക്രസ്റ്റ് എന്ന് വിളിക്കും. ആംപ്ലിറ്റ്യൂഡ് താഴോട്ടായിരിക്കുന്നെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ട്രഫ് എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ആണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റാണോടാ? പാതി ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. ഇത്രയും ഭാഗം ക്ലിയർ ആണെങ്കിൽ പാതി ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സെറ്റാണോ? ഓക്കെ, അടുത്ത പാട്ടുമായിട്ട് സാർ വരുന്നതായിരിക്കും. ഓക്കെ, അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ പഠിപ്പിച്ച സംഭവം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. പുതിയൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളിലൊക്കെ കിട്ടാൻ പോകുന്നത്. ഇതുവരെ കിട്ടാത്ത അനുഭവങ്ങളൊക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ പല കൂട്ടുകാരും നമ്മുടെ ലൈവ് സെഷൻസിലൊക്കെ വരാൻ പോവാണ്, വിളിക്കാൻ പോവാണ്, സംസാരിക്കുകയാണ്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും. അപ്പം സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങൾ എത്ര ഫ്രണ്ട്സ് ഉണ്ടോ അവർക്കെല്ലാം ഷെയർ ചെയ്യുക. നമുക്ക് കാണാം. ഓക്കെ.